ഇന്ദ്രിയം പുറപ്പെടുവിച്ച് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് പേരുടെ സംശയമാണ്. ഈ സംശയം വരാൻ ഒരു കാരണം കൂടിയുണ്ട്. എല്ലാം ഏറ്റവും ലളിതമായി പറഞ്ഞുതരാം. നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങളിൽ നിന്നും രണ്ടാമത്തെ കാര്യമാണ് മനഃപൂർവ്വം ഇന്ദ്രിയം പുറപ്പെടുവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മാസ്റ്റർബേഷൻ ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയും. അതേസമയം സ്വപ്നസ്ഖലനം ഉണ്ടാവൽ കൊണ്ട്, അതായത് നമ്മൾ അറിയാതെ ഇന്ദ്രിയം വരികയാണല്ലോ സ്വപ്നസ്ഖലനത്തിലൂടെ ചെയ്യുന്നത്, ഇതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ സംയോഗം ചെയ്ത് നോമ്പ് നഷ്ടപ്പെടുത്തിയ ഒരാള് നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം അവർ കഫാറത്ത് കൊടുക്കണം. അതിനെപ്പറ്റി മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാള് മാസ്റ്റർബേഷൻ ചെയ്ത് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അവർ ചെയ്യേണ്ടത് ഈ വിശുദ്ധ റമദാനിന് ഉടനെ തന്നെ, അതായത് ചെറിയ പെരുന്നാളിന് ശേഷം ഉടനെ തന്നെ ഈ നഷ്ടപ്പെടുത്തിയ നോമ്പ് അവർ ഖളാ വീട്ടണം. ഒപ്പം ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും വേണം. ഈ കഫാറത്ത് എന്ന് വരുന്ന വിഷയം അവിടെ വരികയില്ല. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ ഹറാമാണ്. അത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാകുമ്പോൾ അങ്ങനെ ആരും ചെയ്യാൻ നിൽക്കരുത്. ഇനി ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യുക, റമദാൻ ഉടനെ തന്നെ ഈ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യുക.